കത്തിയെരിയുന്ന വേനലിൽ വഴിയാത്രക്കാർക്കും പക്ഷികൾക്കും ദാഹജലം പകർന്ന് വിദ്യാർത്ഥികൾ രംഗത്തെത്തി. എരുവ മന്നം മെമ്മോറിയൽ ഭാരതീയ വിദ്യാനികേതൻ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോക ജലദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് വേറിട്ടതും മാതൃകാപരവുമായ പരിപാടി സംഘടിപ്പിച്ചത്. കത്തിയെരിയുന്ന വേനലിൽ വഴിയാത്രക്കാർക്കും പക്ഷികൾക്കും ദാഹജലം പകർന്ന് വിദ്യാർത്ഥികൾ മാതൃകയായി. കായംകുളം എരുവ മന്നം മെമ്മോറിയൽ ഭാരതീയ വിദ്യാനികേതൻ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോക ജലദിനാചരണത്തിന്റെ ഭാഗമായാണ് മാതൃകാപരമായ പരിപാടി സംഘടിപ്പിച്ചത്. കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നതിന്റെ കാരണങ്ങൾ, നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെയൊക്കെ കുറിച്ച് നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ജലസംരക്ഷണ ബോധവൽക്കരണം, അതുപോലെ തന്നെ ഈ കൊടും ചൂടിൽ പറവകൾക്ക് തണ്ണീർക്കുടം പദ്ധതി ഒരുക്കുക, അതുപോലെ തന്നെ വേനലില് ശക്തമായ വേനലിൽ അകപ്പെട്ടു വരുന്ന വഴിയാത്രക്കാർക്ക് സഹായകമായിട്ട് തണ്ണിമത്തൻ ജ്യൂസ് വിതരണം, ഇതൊക്കെയാണ് ഈ ജലദിനാചരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. കുട്ടികൾക്കായി ജലസംരക്ഷണ ബോധവൽക്കരണം, പറവകൾക്കായി തണ്ണീർക്കുടമൊരുക്കൽ, വഴിയാത്രക്കാർക്കായി തണ്ണിമത്തൻ ജ്യൂസ് വിതരണം എന്നിവയാണ് ജലദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. സ്കൂളിന്റെ മുന്നിലും ഒരുക്കിയ തണ്ണീർ പന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ തണ്ണിമത്തൻ ജ്യൂസ് വിദ്യാർത്ഥികൾ യാത്രക്കാർക്ക് നൽകി. അതിശക്തമായ ചൂടിൽ യാത്ര ചെയ്തു വരുന്ന ഇരുചക്ര വാഹന യാത്രക്കാർക്കടക്കം തണ്ണിമത്തൻ ജ്യൂസ് ആശ്വാസമായി. കൂടാതെ സ്കൂളിന്റെ സമീപത്ത് വിവിധ ഭാഗങ്ങളിലായി പക്ഷികൾക്ക് പാത്രങ്ങളിൽ വെള്ളം നിറച്ച് നൽകി. സ്കൂൾ SMC ചെയർമാൻ D. രാമാനന്ദൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ജലത്തിന്റെ ആ പ്രാധാന്യം ഈ കാലഘട്ടത്തിൽ എന്തിനാണ് ഈ ദിനം ആചരിക്കുന്നത് എന്നുള്ളതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരികയാണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം. ചെറുതും വലുതുമായ ധാരാളം നദികളും പുഴകളും ഒക്കെയുള്ള ഒരു നാടാണ് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ല. പക്ഷേ ശുദ്ധജലം നമുക്ക് കുടിക്കാൻ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഭൂമിയുടെ അടിയിലുള്ള ജലനിരപ്പിന്റെ തോത് പോലും കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ജലം വളരെ സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കുക, ജലത്തെയും കൂടി മറ്റ് പലതിനെയും സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ജലവും സംരക്ഷിച്ചുകൊണ്ട് ജലത്തിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ള ഒരു സന്ദേശവും കൂടി ഇതിന്റെ പിന്നിലുണ്ട്. വിദ്യാലയ സമിതി സെക്രട്ടറി പ്രഭാഷ് പാലാഴി, പ്രിൻസിപ്പൽ M. കൃഷ്ണപ്രസാദ്, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ തുളസീധരൻ പിള്ള, അപ്പുക്കുട്ടൻ നായർ, ശ്രീധരൻ നായർ, ബിജു ആമ്പക്കാട്, വിജയകുമാർ കിഴക്കടത്ത്, മുരളിപ്പിള്ള ശങ്കരമംഗലം, വിശ്വനാഥൻ നായർ, ശശികുമാരൻ പിള്ള, മന്മഥൻ കോമച്ചേത്ത്, ലക്ഷ്മി നന്ദിനി, ശ്രീകല തുടങ്ങിയവർ സംസാരിച്ചു. മാനവരാശി ജലത്തിന് വേണ്ടി യുദ്ധം ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് സ്വർണത്തിനേക്കാൾ വില ജലത്തിന് വരുന്ന ഒരു കാലം അതിവിദൂരമല്ലെന്ന് പറയുന്നു. അപ്പം നമുക്ക് വളരെ സമർത്ഥമായ ഒരു ഇതുണ്ടെങ്കിലും ആ ജലാശയങ്ങളെല്ലാം തന്നെ മലിനമാകുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മൾ കാണുന്നത്. അപ്പം നമുക്കറിയാം, നമ്മൾ ഈ പരിസരങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക, ജലത്തിന്റെ മലിനീകരണത്തെ പരമാവധി ചെറുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക, അതുപോലെ ഈ അത്യുഷ്ണത്തിലും ചൂടിലും പറന്ന് ദാഹിച്ചു വലയുന്ന പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ വെള്ളം കിട്ടുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. ഈ അമൂല്യമായ ദൈവത്തിന്റെ വരദാനമായ ഈ ജലത്തെ സംരക്ഷിക്കുക. യാതൊരു കാരണവശാലും ജലം മലിനമാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരെ കൊണ്ടും കഴിവത് ചെയ്യണം. CD Net News, കായംകുളം.